ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 45 ഭാഗം. അമേ നാരായണ. 660 നാമം. സുപ്രതിഷ്ഠ. സ്ഥിരമായവൾ. ദേവിയുടെ സ്ഥാനത്തിന് ചലനം സംഭവിക്കുന്നില്ല. എല്ലായ്പ്പോഴും നിലനിൽക്കുന്നവൾ എന്ന അർത്ഥം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് ദേവി എന്ന് ഇതിനു മുന്നുള്ള നാമത്തിൽ നമ്മൾ പറഞ്ഞു. സർവാധാര എന്ന് ദേവിയെ വിളിച്ചതിലൂടെ ആ ആധാരശക്തി, ആ ഫൗണ്ടേഷൻ അത്രയും സ്ട്രോങ് ആണ്. അതിന് സ്ഥാനചലനം സംഭവിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ ഒരിക്കൽ ദേവി പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നൊരു ചലനം സംഭവിക്കുന്നില്ല എന്ന് അർത്ഥം. 661 നാമം. സദ അസത് രൂപധാരിണി. ഈ ദേഹവും അതിനുള്ളിലെ ദേഹിയും ദേവി തന്നെയാകുന്നു എന്ന് അർത്ഥം. നമ്മുടെ ഉള്ളിലെ ചൈതന്യവും ആ ചൈതന്യത്തെ വഹിക്കുന്ന ജഡ രൂപമായ ഈ ശരീരവും ദേവിയുടെ 2 ഭാവങ്ങളാകുന്നു എന്ന അർത്ഥം. സത്ത് എന്നാൽ സാക്ഷാൽ ബ്രഹ്മം. ഇവിടെ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവിടെ നിലനിന്നിരുന്ന ആ ചൈതന്യമാണ് ബ്രഹ്മം. മഹാപ്രളയത്തിന് ശേഷം നിശബ്ദമായ അന്ധകാരത്തിൽ നിലനിന്നിരുന്ന ആ ചൈതന്യ സ്വരൂപിണിയായ ദേവി ലളിതാംബിക, ആ ദേവി തന്നെയാണ് പല ജഡരൂപങ്ങളിലും ഇവിടെ നിലനിൽക്കുന്നത്. ഈ ശരീരമുണ്ടെങ്കിലേ അതിനകത്ത് ഈ ചൈതന്യത്തിന് വസിക്കാനാവുന്നുള്ളൂ. ആ ചൈതന്യവും ആ ശരീരമാകുന്ന ആ ജഡരൂപവും ദേവി തന്നെയാകുന്നു എന്ന് അർത്ഥം. നാമം 662. അഷ്ടമൂർത്തി. ആത്മാവിന് 8 ഭാവങ്ങളാണുള്ളത്. 8 രൂപങ്ങളിൽ ആത്മാവ് നിലനിൽക്കുന്നു അത്രേ. ജീവാത്മാവ്, അന്തരാത്മാവ്, പരമാത്മാവ്, നിർമ്മലാത്മാവ്, ശുദ്ധാത്മാവ്, ജ്ഞാനാത്മാവ്, മഹാത്മാവ്, ബുദ്ധാത്മാവ്. ഈ 8 രൂപങ്ങളിലും ആത്മാവായി നിലനിൽക്കുന്ന അഷ്ടമൂർത്തിയായ ദേവി എന്ന് ഈ നാമത്തിന് ഒരു വ്യാഖ്യാനം നൽകാം. ഇതുകൂടാതെ സരസ്വതി സ്തോത്രങ്ങളിൽ ദേവി സരസ്വതിയോട് 8 ഭാവങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയൂ എന്ന് ചൊല്ലി കേൾക്കാം. ഈ 8 ഭാവങ്ങളാണ് ലക്ഷ്മി, മേധ, ധര, പുഷ്ടി, ഗൗരി, തുഷ്ടി, പ്രഭ, ദൃഷ്ടി. ഈ 8 ഭാവങ്ങളിലും എന്നിൽ വന്ന് നിറയൂ, അഷ്ടമൂർത്തിയായി എന്നിൽ നിറയൂ എന്ന് ചൊല്ലി കേൾക്കാറുണ്ട്. ഇതുകൂടാതെ ശക്തിയുടെ 8 ഭാവങ്ങളായി ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ട, മഹാലക്ഷ്മി എന്നിവരെ പറഞ്ഞു കേൾക്കാറുണ്ട്. ശിവൻ്റെ 8 ഭാവങ്ങളാണ് ഭവാൻ, ശർവൻ, ഈശാനൻ, പശുപതി, രുദ്രൻ, ഉഗ്രൻ, ഭീമാൻ, മഹാൻ എന്നിവർ. അപ്പോൾ 8ആയി നിൽക്കുന്ന ശക്തി എന്ന അർത്ഥത്തിലാണ് ദേവിയെ അഷ്ടമൂർത്തി എന്ന് വിളിക്കുന്നത്. നാമം 663. അജാജൈത്രി. ജ്ഞാനമാർഗം പിന്തുടരുന്നവർ ദേവിയിലേക്ക് അടുക്കുന്നു. അവരുടെ അജ്ഞത, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന അവ്യക്തത നീങ്ങുന്നു. അജാജൈത്രി എന്നാൽ അജ്ഞതയെ ജയിക്കുന്നവളെന്ന അർത്ഥം. ജ്ഞാനമാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദേവി ലളിതാംബികയെയാണ് അജാജൈത്രി എന്ന് വിളിക്കുന്നത്. 664 നാമം. ലോകയാത്രാവിധായിനി. ലോകത്തിലെ സകലതിൻ്റെയും യാത്രയെ നിശ്ചയിക്കുന്നവൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിൻ്റെയും യാത്ര അപ്രകാരമുള്ളതാണ്. ജനിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു, മരിക്കുന്നു. ഈ യാത്രയെ, ഇതിൻ്റെ ഗതി നിശ്ചയിക്കുന്ന ദേവി ലളിതാംബിക എന്ന് അർത്ഥം. ഇപ്പോൾ സയൻറ്റിഫിക്കായി പറഞ്ഞാൽ എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇറ്റ് ജസ്റ്റ് ട്രാൻസ്ഫോംസ് ഫ്രം വൺ ഫോം ടു ദി അതർ. എനർജിയെ, ഊർജത്തെ, ചൈതന്യത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ദേവി ലളിതാംബിക. ആ ഗതി സുഗമമായി നടക്കുന്നു എന്ന്
ഉറപ്പുവരുത്തുന്ന ദേവി ചൈതന്യം. 665 ഏകാകിനി. ദേവി എന്ന ഒറ്റ ചൈതന്യമേ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുള്ളൂ. ആ ഒരേയൊരു ചൈതന്യമാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മൾ കാണുന്നത്. പ്രപഞ്ചത്തിൽ ഒരൊറ്റ ദേവി ചൈതന്യമേ ഉള്ളൂ. ആ ദേവി സ്ഥിരയാണ്. ദേവിക്ക് സ്ഥിരതയുണ്ട്. ദേവി നിത്യയാണ്. ദേവി ഏകാകിനിയാണ്. ഇപ്പോൾ ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന ആ ഗോളിയുടെ ഏകാന്തതയെപ്പറ്റി NS മാധവനെ പോലെയുള്ളവർ എഴുതിയിട്ടുണ്ട്. ആ പ്രകാരം ബാക്കി എല്ലാവരും ഈ മായയുടെ ഭാഗമായി ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുന്ന ആ യഥാർത്ഥ ശക്തിയായി നിലനിൽക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ ഏകാകിനി എന്ന് വിളിക്കുന്നത്. 663 ഭൂമരൂപ. ഭൂമ എന്നാൽ സർവത്ര വ്യാപിച്ചത്. തൂണിലും തുരുമ്പിലും നിലനിൽക്കുന്ന ദേവി ചൈതന്യം. 667 നിർദ്വൈത. വേദാന്തത്തെ മൂന്നായി തിരിക്കുന്നു: ദ്വൈതം, വിശിഷ്ടാദ്വൈതം, അദ്വൈതം. ദ്വൈതം എന്നാൽ ഞാനും പരമാത്മാവും രണ്ടാണ് എന്ന ചിന്ത. വിശിഷ്ടാദ്വൈതം, ഞാൻ എന്ന ജീവാത്മാവ് നിലനിൽക്കുന്നത് പരമാത്മാവിൽ ആശ്രയിച്ചുകൊണ്ടാണ് എന്ന ചിന്ത. അദ്വൈതമാകുമ്പോൾ ഞാനും ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്നു തന്നെയാണ് എന്ന തിരിച്ചറിവാണ് അദ്വൈതം. ദേവി അദ്വൈത ഭാവത്തിലുള്ളവളാണ്, നിർദ്വൈതയാണ്. ദേവിക്ക് രണ്ടെന്ന ഭാവമില്ല, ഒന്നു തന്നെയാണ്. ഞാനും നിങ്ങളും ഒന്നു തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ദേവി ലളിതാംബിക. 668 ദ്വൈതവർജിത. നിർദ്വൈത എന്ന നാമത്തിൻ്റെ തുടർച്ചയാണ് ദ്വൈതവർജിത. രണ്ടെന്ന ഭാവത്തെ വർജിക്കുന്നവൾ, അതിനെ അങ്ങ് മാറ്റിക്കളയുന്നവൾ, ഉപേക്ഷിക്കുന്നവൾ എന്ന അർത്ഥം. രണ്ടെന്ന ചിന്തയ്ക്ക് അതീതയായ ബ്രഹ്മസ്വരൂപിണിയായ ദേവി. 669 അന്നദ. തൈത്തരീയ ഉപനിഷത്ത് പ്രകാരം ഭക്ഷണമാണ് മരുന്ന്. നമ്മുടെ ശരീരം തന്നെ അന്നം കൊണ്ട് രൂപീകൃതമാണ് എന്നാണ് വേദങ്ങൾ പറയുന്നത്. സർവ്വതിനും പോഷകമായി അന്നമായി നിലനിൽക്കുന്ന ദേവി ലളിതാംബിക. ദേവിയെ അന്നപൂർണേശ്വരി, അന്നപൂർണ എന്ന് വിളിക്കുന്നു. അന്നപൂർണേശ്വരി പാർവതിയുടെ ഒരു ഭാവമാണ്. ദേവിക്ക് 4 കൈകളുണ്ട്. കൈകളിൽ പായസം, അഭയവരദ മുദ്രകൾ, ആഭരണങ്ങൾ എന്നിവ പിടിച്ചുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത്. ദേവിയെപ്പറ്റി രസകരമായൊരു കഥ ഉള്ളത് ഇപ്രകാരമാണ്. പാർവതിയും ശിവനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ഭഗവാൻ ശിവൻ പറയാണ്, ഭൗതികമായ എല്ലാ ഭൂമിയിലുള്ള ഭൗതികമായ സകലതും, അന്നമടക്കമുള്ള സകലതും മായയാണ്. ഭൗതിക തലത്തിൻ്റെ അധിപതിയായ പാർവതീദേവിക്ക് ഇത് തീരെ രസിച്ചില്ല. ഭൗതികമായതെല്ലാം മായയാണെങ്കിൽ ഭൗതികമായ ഒന്നുമില്ലാതെ തന്നെ ആ ബ്രഹ്മത്തിന് നിലനിൽപ്പുണ്ടല്ലോ എന്ന രീതിയിലേക്ക് ഈ ചർച്ച വഴിമാറുകയും കോപിഷ്ഠയായ ദേവി ഭഗവാനോട് പിണങ്ങി ദേവി അപ്രത്യക്ഷയായി. അതായത് പ്രപഞ്ചത്തിലെ ഭൗതികമായ എല്ലാം, അന്നമടക്കമുള്ളതെല്ലാം തന്നെ അപ്രത്യക്ഷമായി. ഇതിൻ്റെ ഫലമായി ലോകം മുഴുവൻ ക്ഷാമം വന്നെത്തി. ദേവന്മാർക്ക് പോലും യാചിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നു. ബ്രഹ്മസ്വരൂപിണിയായ ഭഗവാൻ തിരിച്ചറിഞ്ഞു, എന്ത് ഭ്രമമായ എനിക്ക് ഈ മായയില്ലാതെ, ഈ ഭൗതിക തലമില്ലാതെ നിലനിൽക്കുക സാധ്യമാണ്. എന്നാൽ ഞാൻ സൃഷ്ടിച്ച ചരാചരങ്ങൾക്ക് ഈ ഭൗതിക തലം എന്നുള്ളത് നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ന് ഭഗവാൻ തിരിച്ചറിയുകയും ദേവിയെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യാണ്. ഒടുവിൽ ഭഗവാൻ തിരിച്ചറിയാണ്, കാശിയിലെ വാരാണസിയിൽ മാത്രം ഇപ്പോഴും പുകയുന്ന ഒരു അടുപ്പുണ്ട്. ആ അടുക്കള തേടി അദ്ദേഹം യാത്രയാവാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു, ആ അടുക്കളയുടെ മേൽനോട്ടം വഹിക്കുന്നത് സാക്ഷാൽ പാർവതീദേവിയാണ്. അങ്ങനെ പാർവതീദേവിയുടെ മുന്നിൽ ഭഗവാൻ യാചിക്കുകയാണ് ഭക്ഷണത്തിനായി.
പാർവതീദേവി അന്നപൂർണേശ്വരിയുടെ രൂപത്തിൽ ഭഗവാന് ഭക്ഷണം വിളമ്പുന്നു. ഇതാണ് അന്നപൂർണേശ്വരിയെ പറ്റിയുള്ളൊരു കഥ. അപ്പോൾ നമ്മൾ ഈ ശരീരം എന്നുള്ളതിനെ ഈ ജഡരൂപമായി കുറച്ച് കാണരുത്. അതിനകത്തെ ചൈതന്യം, ആ ദേഹിക്ക് ജീവിക്കാൻ ഈ ദേഹം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണം, വ്യായാമം, നല്ല ചിന്തകൾ, ഇതൊക്കെ ഈ ദേഹിക്ക് നിലനിൽക്കാനായിട്ട് ഈ ദേഹം ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് വളരെ സൂക്ഷിച്ചു മാത്രം കഴിക്കുക. ആ ഹെൽത്തി ഫുഡ് നൽകുന്നവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ അന്നദ എന്ന് വിളിക്കുന്നത്. 670 നാമം വസുധ. ദേവി അന്നം പ്രദാനം ചെയ്യുന്നത് പോലെ തന്നെ ധനവും പ്രദാനം ചെയ്യുന്നു. വസു എന്നാൽ വിശിഷ്ട ദ്രവ്യങ്ങൾ, അത് സ്വർണമാകാം, പണമാകാം, എന്തുമാകാം. ആ ധനം പ്രദാനം ചെയ്യുന്ന ദേവി ലളിതാംബിക. ദേവി കുബേരനാൽ പോലും പൂജിക്കപ്പെടുന്നവളാണ്. ദേവിയെ പറ്റിയാണ് പ്രസിദ്ധമായ കനകധാരാ സ്തോത്രം രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണോ ഭക്തൻ ആവശ്യപ്പെടുന്നത്, ഭക്തൻ്റെ ആവശ്യം എന്താണോ അതറിഞ്ഞ് അത് പ്രദാനം ചെയ്യുന്ന ദേവി ലളിതാംബിക. വിശക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധനം, അവനാവശ്യമുള്ള ധനം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഒരു വിജ്ഞാനകുതികിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമാണ് അവൻ ആഗ്രഹിക്കുന്ന ധനം. അപ്പോൾ ഭക്തൻ്റെ ആഗ്രഹപ്രകാരമുള്ള ധനം നൽകി അനുഗ്രഹിക്കുന്ന ദേവി വസുധ. 671 നാമം വൃദ്ധ. ദേവി മൂലപ്രകൃതിയാണ്, ആദിശക്തിയാണ് എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ മറ്റെന്ത് ജനിക്കും മുൻപേ ഇവിടെ നിലനിൽക്കുന്ന ദേവി ലളിതാംബിക. ഏറ്റവും പഴക്കം ചെന്ന, ഏറ്റവും പക്വമതിയായ രൂപമുള്ള ദേവി ലളിതാംബിക എന്ന് അർത്ഥം. 672 നാമം ബ്രഹ്മ ആത്മ ഐക്യ സ്വരൂപിണി. ബ്രഹ്മാത്മാവിനും ജീവാത്മാവിനും ഐക്യം നൽകുന്ന, ഇവയെ രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്ന, പാശമായി നിലനിൽക്കുന്ന ദേവി ലളിതാംബിക. 673 നാമം ബൃഹതി. ഏറ്റവും ബൃഹത്തായ, ഏറ്റവും ഗ്രേറ്റസ്റ്റായി നിലനിൽക്കുന്ന ദേവി ലളിതാംബിക. മഹതോ മഹിയാൻ എന്നാണ് ദേവിയെ വർണ്ണിക്കുന്നത്. വലുതിനേക്കാൾ വലുതായവൾ എന്ന അർത്ഥം. 674 ബ്രാഹ്മണി. സത്വഗുണപ്രധാനയായവൾ എന്ന അർത്ഥം. ശാന്തത, ആത്മനിയന്ത്രണം, ലാളിത്യം, വിശുദ്ധി, വാക്കിലും പ്രവൃത്തിയിലുമുള്ള വിശുദ്ധി, സഹിഷ്ണുത, സത്യസന്ധത, ജ്ഞാനം എന്നിവ ഉള്ള ഒരു വ്യക്തിയാണ് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ്റെ സ്ത്രീലിംഗമാണ് ബ്രാഹ്മണി. ഇതിന് ഒരു മതമായോ ജാതിയായോ യാതൊരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിയുക.